രേണു സുധിയുടെ കുടുംബത്തിന് വീട് വെക്കാൻ സ്ഥലം നൽകിയ ഒരു വ്യക്തിയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. എന്നാൽ ഇതിന്റെ പേരിൽ താൻ ഒരുപാട് അനുഭവിച്ചതായിട്ടും അടുത്തിടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴിതാ രേണു സുധിക്കെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം. രേണു ബിഗ് ബോസിൽ പോയതിനു ശേഷം തനിക്ക് വലിയ ഭീഷണിയാണ് രേണുവിന്റെ ആർമിയിൽ നിന്ന് നേരിടേണ്ടി വരുന്നതെന്ന് ബിഷപ്പ് പറയുന്നു. തനിക്ക് പരിചയം പോലും ഇല്ലാത്ത ചിലർ വീടിന് മുന്നിൽ എത്തി ഭീഷണിപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ദി ഫൈനൽ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം. അടുത്ത ദിവസങ്ങളിൽ കടുത്ത സൈബർ ബുള്ളിംഗ് ആണ് നേരിടുന്നത്. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് രേണു സുധി റെക്കോർഡ് ചെയ്തു വെച്ച വീഡിയോയിൽ അവർ പറയുകയുണ്ടായി, ആ കുപ്പായത്തെ ബഹുമാനിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പൊങ്ങന്താനത്ത് ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരുന്ന ഒരു സാധു കുടുംബത്തെ സഹായിക്കുകയാണ് ചെയ്തത്. എന്റെ സഹായം കാരണം വളരെ മനോഹരമായ ഒരു വീട് KHDC എന്ന കൂട്ടായ്മ വെച്ചു കൊടുത്തു. എന്നാൽ അതിനുശേഷം വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായത്. സമൂഹത്തിൽ ആദരനായിട്ട് ജീവിക്കുന്ന പലരെയും വലിച്ചു കീറാനായി എറിഞ്ഞു കൊടുക്കുകയാണ് രേണു സുധി ചെയ്യുന്നത്. തനിക്ക് പണമായിട്ട് കൊടുക്കാനില്ല, തന്റെ കുടുംബ സ്വത്താണ് ഞാൻ അവർക്ക് കൊടുത്തത്. എന്റെ കുടുംബ സ്വത്തിനെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം അവരൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ അവർക്ക് എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? ഉപകാരം ചെയ്തവരെ കീറി മുറിക്കാനാണ് തീരുമാനമെങ്കിൽ നിയമം വഴി നേരിടും. മജിസ്ട്രേറ്റിനെ നേരിട്ട് കണ്ട് മൊഴി നൽകും. തങ്കച്ചന്റെ പേരിലും രേണു സുധിയുടെ പേരിലും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്താലേ ഇനി എന്റെ മുന്നിൽ മാർഗമുള്ളൂ. ആരെങ്കിലും രേണുവിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 വട്ടം ആലോചിക്കണം. രേണു ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം എന്റെ ജീവന് ഭീഷണി നേരിട്ടു. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുമുണ്ട്. അസമയത്ത് എന്റെ വീടിന് മുന്നിൽ വന്നു നിന്ന് ചിലർ എന്റെ വീടിന്റെ ഫോട്ടോ എടുക്കുന്നു. ിലൊക്കെ വന്ന് പേടിപ്പിച്ചും പോകുന്നു. രേണു സുധിയുടെ ആർമി ഇന്റർനാഷണൽ കോൾ വിളിപ്പിച്ച് തെറി വിളിക്കുകയാണ്. ബിഷപ്പിന്റെ വായ മൂടി വെക്കണമെന്നാണ് പറയുന്നത്. എന്റെ പൂർവികർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ കുടുംബ സ്വത്തിലാണ് ഞാൻ കഴിയുന്നത്. പിന്നെ എന്തിനെ ഞാൻ വായ അടച്ചു വെക്കണം? ഞാൻ ഒരു സുറിയാനി കുടുംബത്തിലാണ് ജനിച്ചത്. രേണു സുധിയുടെ സഭ ഏതാണെന്ന് പോയി നിങ്ങൾ അന്വേഷിക്കും. എന്റെ കുടുംബത്തിൽ നിന്ന് രേണു സുധിയെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബന്ധവും അവരുമായുമില്ല. പിന്നെ എന്തിനാണ് അവർ എന്നെ അവഹേളിക്കണം? ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നാൽ അവർ നിരവധി അഭിമുഖങ്ങൾ കൊടുക്കും. അതിൽ എന്റെ പേര് പറഞ്ഞാൽ തീർച്ചയായും മാനനഷ്ട കേസ് കൊടുക്കും. രേണു സുധിക്ക് ഭയങ്കരം PR ആണ്. എന്തിനും മടിയില്ലാത്ത തീരുമാനപ്രകാരം തയ്യാറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് രേണു. ആചാനുബാഹുക്കളായ മനുഷ്യരാണ് എന്റെ വീടിന് മുന്നിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നത്. ഇതായിരുന്നു നമ്മുടെ ബിഷപ്പ് നോബൽ അദ്ദേഹം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ രേണുവിനെ സഹായിക്കുന്നവർക്കെതിരെ രേണു തന്നെ ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു അവസ്ഥയാണല്ലേ. വീട് വെച്ചവർക്കും എതിരെ വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുടി വെച്ച് അവർക്കെതിരെ രംഗത്ത്. എന്തായാലും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെ നേരിട്ട് രംഗത്ത് വരുന്നു. എന്തായാലും സഹായം ചെയ്യുന്നവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം ഇനി നീണ്ടുപോലെ എത്ര ദിവസം വരെ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.